ബ്രദറേ, എന്റെ ബ്രദറിന്റെ ബ്രദറേ, എന്നോടൊന്ന് ചിരിക്കൂ. Long time no see. Harshan. Yes, Harshan, my beloved. എനിക്ക് സംസാരിക്കണം. എവിടെയായിരുന്നു? സ്വീഡൻ. അവിടെ ഉണ്ടായിരുന്നോ? യു ഓൾറെഡി നോ ദാറ്റ് ഐ എം വർക്കിംഗ് ഫോർ ആർത്തർ. എനിക്കറിയാവുന്ന കെനത്ത് ഫിയർലെസ് ആണ്, ബോൾഡ് ആണ്. ബട്ട് വാട്ട് ഹാപ്പൻഡ്? നിന്നെ കാണുന്നത് വരെ ഞാൻ ഓക്കെ ആയിരുന്നു. അപ്പൊ ഞാനാണോ പ്രോബ്ലം? എന്നാ ഞാൻ തിരിച്ചു പോവാം. ഡാ, ഐ മിസ്ഡ് യു. മീ ടു. നിന്റെ സ്ലേവറിയുടെ കാലാവധി കഴിയാനായി, അതെനിക്കറിയാം. ആർത്തർ വന്ന സ്ഥിതിക്ക് ഒന്നുകിൽ അവന്റെ കൈകൊണ്ട് അല്ലെങ്കിൽ ബെഞ്ചമിന്റെ കൈകൊണ്ട് നിന്നെ മരണത്തിന് വിട്ടുകൊടുത്ത് കയ്യും കെട്ടി നോക്കി നിൽക്കാനാ ഞാൻ വന്നതെന്ന് കരുതിയോ നീ? നമ്മുടെ കാര്യം മാറ്റിവെച്ചത് എന്റെ പാക്കിനോട് ഞാൻ കാണിച്ച നീതിയാണ്. ആർത്തർക്ക് ഈടാണ് ഞാൻ. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാൻ നീ മനഃപൂർവ്വമല്ലല്ലോ. നീ ബെഞ്ചമിന് വേണ്ടി വർക്ക് ചെയ്യാൻ നിർബന്ധിതനായതല്ലേ? അയ്യേ, ഇതിപ്പോ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥയായല്ലോ. ഓ ഡാഡി പ്ലീസ്. മൈ ബേബി. നിനക്കെന്താ ഒരു മൂഡില്ലാത്ത? എന്നെ തിരിച്ചുണ്ടാക്കിയേക്ക്. അതെന്താ? നിനക്ക് നിന്റെ പാർട്ട്ണറെ കണ്ടുപിടിക്കണ്ടേ? ഓ, അതുകൊണ്ടാണോ? എന്നാലും വാ തുറന്ന് സത്യം പറയില്ലല്ലേ? വാ, പോയി ബാഗ് എടുത്ത് പോവാം. 2 ദിവസം എന്ന് പറഞ്ഞാ 2 ദിവസം, നോ ചേഞ്ച്. എന്നാ വാ, എങ്ങോട്ടേലും പോവാം. കണ്ണിൽ നോക്കി വെള്ളം വരുത്താനല്ല രണ്ടിനെയും പിടിച്ചവിടെ ഇരുത്തിയേക്കുന്നത്. കേസി, നിനക്കൊന്നും സംഭവിക്കില്ല. ബെഞ്ചമിൻ സാറ് അയാളുടെ എക്സ്പയറി ഡേറ്റ് എടുത്തു. ഡോൺ വെറി. കെനത്ത്. Count on me. I will protect you. നഥാനിയൽ. ആ പേരാട്ടോ നല്ല. താങ്ക്സ്. നീ ഒരു പൂമ്പാറ്റിയായ ഞാൻ എന്തെങ്കിലും ചോദിച്ചില്ലേ? അതെന്താ? അമ്പോ, അവന്റെ ഒടുക്കത്തെ ഒരു അഭിനയം. ചോദിച്ചത് കേട്ടില്ലേ? ചുമ്മാ ചളി അടിച്ചതാ. ഓ, ഒരു ചായ കുടിച്ചാലോ? വേണ്ട. എന്നൊരു ബിയർ അടിച്ചാലോ? ഞാൻ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാറില്ല. ജസ്റ്റ് ബിയർ. ഒന്നും. ഓ, ഇതാ ഹർഷൻ. അതെ, അത് ഞാനാണ്. ഞാൻ കെനത്തിനെ കാണാൻ. ഓഹോ, ഞാൻ ആർത്തറെ കാണാൻ വന്നു. ആർത്തർ ജൂഡിനെ കാണാൻ വന്നു. കേസി ആഴത്തെ കാണാൻ വന്നു. നീ കെനത്തിനെ കാണാൻ വന്നു. ഇനി ആരെങ്കിലും വരാനുണ്ടോ? The OG will return to his kingdom. നഥാനിയലിനെ വിളിക്കേ. അവൻ ഷവർ ചെയ്യാം. അവനോട് വരാൻ പറ. അസപ്പ്. കേസി, യാ. അയ്യോ, കേസി നീ റൂമിൽ തന്നെ നിൽക്ക്. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. നമ്മളെവിടുന്ന് അവനുണ്ടാക്കും? നീ ഞാൻ പറയുന്ന പോലെ ചെയ്. ഇന്നെന്റെ പപ്പ കൂടെ അയാൾ അരിയും. ഹലോ, കം ബാക്ക്. ഇപ്പോഴോ? സാറ് നിന്നെ കാണാൻ വെയിറ്റ് ചെയ്യാം. ഷീറ്റ്. പറഞ്ഞിട്ട് പോണം.
വേണ്ട, അവനും കൂടെ വരും. റിസ്കാ. കാറെടുത്ത് അവനിങ്ങനെ വരും. കോപ്പ്. ഇവിടുത്തെ ഗാരേജ് എവിടെയാ? ഈശോ പറയാ, കൂട്ടിലിരിക്കുമ്പോണ്ടല്ലോ. കേസി, ഞാനാടാ. ഇങ്ങോട്ട് വന്നേ നീ. എന്തിനാ? സിമ്പതി പുറത്ത് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞപ്പോ ഓട്ടനെ ജനലും പൊളിച്ചു പോയല്ലേ. ഇതൊക്കെ ഒരു രസല്ലേ ശേ. കേസി, വന്നോ? താഴോട്ട് വാ, ഞാൻ പോയിട്ട് വരാം. അല്ല, നീ എങ്ങനെ കറക്റ്റ് ആയിട്ട് എത്തി? How are you? Feeling really bad. ഒരു വീക്ക് കൂടെ അങ്ങനെ തന്നെ നിന്നു. അത് പറയാനാ വിളിപ്പിച്ചേ. ഗേറ്റിന് പുറത്തു പോയിട്ട് റൂമിന് പുറത്തു പോലും ഇറങ്ങരുത്, പ്രത്യേകിച്ച് നൈറ്റ്. Why? കാര്യമുണ്ട്. കെനത്ത് ഇവന്റെ ബാൽക്കണിയും വിൻഡോസും ഇൻഡസ്ട്രിയൽ കർട്ടൻ ഇടണം. നാളെ തന്നെ മൊത്തത്തിൽ ചെയ്തോ. ദാറ്റ്സ് ബെറ്റർ. ഓക്കെ. ഞാൻ എന്താ വല്ല ചിമ്പാൻസി ആണോ? യു മേ ലീവ് നൗ. ഓ. ഇനിയുള്ള ദിവസങ്ങളിൽ അവൻ ചന്ദ്രന്റെ വെളിച്ചം പോലും കാണരുത്. യെസ് സർ. എക്സ്പെൽഡ് ഒമേഗാസിന്റെ കൂട്ടമരണം ഒരു നല്ല സൂചനയല്ല. ഒമേഗാസിന്റെ മരണത്തിന് പിന്നിൽ തീർച്ചയായും ഒരു ആൽഫയായിരിക്കും. അത് ആർത്തറാണെങ്കിലോ? ലെറ്റ്സ് സീ. നോക്കാനൊന്നുമില്ല. ഇനിയുള്ള എല്ലാ വെയർവൂൾഫുകളുടെയും കിങ് ഞാനായിരിക്കും. ആർത്തറിലൂടെ ഞാൻ ചിരഞ്ജീവിയുമാകും. ഹേ, നീ എപ്പോ വന്നു? നിന്നെ കൂട്ടിക്കൊണ്ട് പോയത് ഞാനാണെങ്കിൽ തിരിച്ചു കൊണ്ടാക്കാനും എനിക്കറിയാം. കത്തെഴുതി വെച്ചിട്ട് പോവാന്ന് കരുതിയോ? ഉറങ്ങുന്നോണ്ടാ ഞാൻ എണീപ്പിക്കാഞ്ഞേ. അല്ലാണ്ട് ഉറങ്ങിയിരിക്കുന്ന ആളെ എണീപ്പിക്കണ്ടല്ലോ. ശരി, സോറി, മൈ മിസ്റ്റേക്ക്. എനിക്ക് വാ, തിരിച്ചു പോവാം. നിനക്കെന്താ പറ്റിയേ? നിന്റെ ബിഹേവിയർ എന്താ ഇങ്ങനെ? വാ പോവാം. കേസി ഉറങ്ങുക, മെല്ലെ പറ. വാ പോവാം. അലൻ പ്ലീസ്. ആർത്തർ, നിനക്ക് എന്താ പറ്റിയേ? എന്തിന് ഇത്ര ദേഷ്യം? ഞാൻ പറയാതെ വന്നതിനാണോ? അല്ല, എന്നെ ഇത്രയും നാളും കളിപ്പിച്ചതിന്. കീഴടങ്ങിയേക്കാം. അയാൾ നിന്നെ പന്ത് തട്ടുന്ന പോലെ ഓരോരോ കൺട്രീസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോ ഞാൻ നിന്റെ പുറകെ ഓടുവായിരുന്നു. I lost my parents, my bag, my strength, and I was all alone. ഒരു സ്ഥലത്ത് നീ ഉണ്ടെന്ന് തോന്നും. അങ്ങോട്ട് ഓടി എത്തുമ്പോഴേക്കും അവിടുന്ന് പോവും. പിന്നെ അടുത്ത സ്ഥലം, പിന്നെ അടുത്ത സ്ഥലം, പിന്നെ അടുത്ത സ്ഥലം. അലഞ്ഞലഞ്ഞ് ഞാൻ. നീ എന്ത് വിചാരിച്ചു? ഈ ലോകം ഭരിക്കാനുള്ള അത്യാഗ്രഹത്തിലാ ഞാനെന്നോ? അതിനു വേണ്ടിയാ നിന്നെ അന്വേഷിക്കുന്നോ? അതുകൊണ്ടാണോ ഒരു ശ്രമം പോലും നടത്താതെ നീ അയാളുടെ ഇഷ്ടത്തിന് തുള്ളിക്കൊണ്ടിരുന്നേ? ആർത്തർ, ഞാൻ അലഞ്ഞ് നടക്കുന്നത് കണ്ട് നീ സന്തോഷിക്കുമായിരുന്നോ? Was it a game for you? I still remember that day. ഹസ്ലൻ എന്നോട് നിന്നെ കുറിച്ച് പറഞ്ഞ ദിവസം. ഞാൻ നിന്റെ മുഖം കണ്ടിട്ടില്ല, നിന്റെ ശബ്ദം കേട്ടിട്ടില്ല, നിന്റെ ഗന്ധം ശ്വസിച്ചിട്ടില്ല. എന്തിന്? നിന്റെ പേര് പോലും അറിയില്ലായിരുന്നു. സ്റ്റിൽ ഞാൻ നിന്നെ പ്രണയിച്ചു. നീ വഴി വരുന്ന സൗഭാഗ്യത്തെ കുറിച്ചല്ല, ഞാനില്ലെങ്കിൽ നിനക്ക് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ചായിരുന്നു എന്റെ കൺസേൺ. I thought നീ എനിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ബട്ട് യു ആർ ട്രാവലിംഗ് വിത്ത് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്കിട്ടാണല്ലോ. എക്സ്പ്ലോറിംഗ് ആൻഡ് എക്സ്പ്ലോറിംഗ് ആൻഡ് കീപ് എക്സ്പ്ലോറിംഗ്.
എന്തിനാ ട്രൈ ചെയ്യുന്നല്ലേ? യു ഓൾമോസ്റ്റ് വിസിറ്റഡ് ദ ഹോൾ വേൾഡ്. ഞാൻ വന്നാ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് മൂണിന് മുമ്പ് വെർജിനിറ്റി ലൂസ് ചെയ്താൽ മതിയല്ലോ. ഏതെങ്കിലും ഒരാളായിട്ട്, ഞാൻ ഒഴികെ ഏതൊരാളായിട്ടും. അതിപ്പോ കേസി ആണെങ്കിൽ കൂടി. ഒന്നുകൂടെ പറയടാ. നീ പറഞ്ഞു വന്നത് ഫിനിഷ് ചെയ്. എനിക്ക് രക്ഷപ്പെടാൻ കേസി ആണെങ്കിൽ മതിയല്ലോ അല്ലെ? ഞാൻ ട്രാവൽ ചെയ്ത് സന്തോഷിക്കുമായിരുന്നല്ലേ, ഓൾ അറൌണ്ട് ദ വേൾഡ്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. നീ എത്രയോ വട്ടം എന്റെ തൊട്ടടുത്ത് വരെ എത്തി. പക്ഷെ എന്റെ ഫെറമോൺസ് ഞാൻ യൂസ് ചെയ്യുന്ന ടാബ്ലറ്റ്സ് കാരണം നിന്നെ റീച്ച് ചെയ്തില്ല. അപ്പോഴൊക്കെ ഞാൻ മനസ്സ് പറഞ്ഞോണ്ടിരുന്നത് എന്താണെന്നറിയോ? ലുക്ക് അറ്റ് മീ, ടച്ച് മീ ആൻഡ് റൺ അവേ വിത്ത് മീ. അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. എന്റെ കൂടെ കേസി മാത്രമല്ലായിരുന്നു, എന്നെ വാച്ച് ചെയ്യാൻ ഒത്തിരി പേരുണ്ടായിരുന്നു, ക്യാമറാസ് ഉണ്ടായിരുന്നു, GPS ട്രാക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചു. അവർക്ക് യാതൊരു സംശയവും തോന്നാതിരിക്കാൻ, പിടിക്കപ്പെടാതിരിക്കാൻ. ബ്ലഡ് ബോൺ വരെ നീ സേഫ് ആയിരിക്കണമെന്ന് എനിക്ക് തോന്നി. യു ആർ എറ്റേണൽ ബട്ട് യു ക്യാൻ ഡിഫീറ്റ് ദം ഓൾ. അവരെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള പവർ നമ്മൾ രണ്ടല്ല, ഒന്നാവണം. അതിനാ ഞാൻ കാത്തിരുന്നത്. പിന്നെ നീ തൊട്ടടുത്തെത്തിയപ്പോ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു നീ എന്നെ സിൻസിയറായി സ്നേഹിക്കുന്നുണ്ടോന്ന്. അതൊരു അത്യാഗ്രഹം എനിക്ക് തോന്നുന്നില്ല. നദാനിയൽ, ശരിയാ, ഞാൻ കുറച്ച് കളിപ്പിച്ചതാ. ഇറ്റ് വാസ് ഇൻ എ ഗെയിം. I was feeling happy. നീ എന്റെ കൺമുന്നിലുള്ളപ്പോ, എന്റെ ഒരു കയ്യകലത്തിലുള്ളപ്പോ എനിക്ക് നേർക്ക് കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നീ കേസിയുടെ പുറകെയായിരുന്നു. ഈശ്വര, ഇത് എന്റെ തലയിലാണല്ലോ. ഞാനപ്പോ എനിക്ക് സഹിച്ചില്ലടാ. ഞാൻ നീ അലയന്ത് കണ്ട് സന്തോഷിച്ചിട്ടില്ലടാ. നീ എന്നെ തേടിയ അലയന്ത് എന്ന ട്രൂത്തിലാ ഞാൻ സന്തോഷിച്ചത്. I'm sorry. കണ്ടിട്ട് പോവാനും തോന്നില്ല, സ്വർഗത്തിലെ കട്ടുറുമ്പാവാനും തോന്നില്ല. Stop! Don't lose yourself. ബ്ലഡ് മൂൺ വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും വർഷം കഷ്ടപ്പെട്ടെ? കേസി പോയോ? പറയുമ്പോൾ അവനെവിടെ പോയി? ഞാൻ അവനാണെന്നാ വിചാരിച്ചേ. ഞാൻ ഫിഫയോട് പറഞ്ഞതാ, അവസാനം എന്റെ അടുത്ത് തന്നെ എത്തുന്നു. ഓഹോ, എന്നിട്ട് അവൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനാ പറയണ്ടെന്ന് പറഞ്ഞ. നീ ഒരു സൈക്കോ ആണ് കേട്ടോ. ഇനി എന്താ പ്ലാൻ? വി വിൽ വിൻ. ഹൗ?
ഞാൻ വേറൊരു സത്യം കൂടെ പറയട്ടെ. കെനത്ത് എനിക്ക് വേണ്ടിയാ വർക്ക് ചെയ്യുന്നത്. അതെനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ശരിക്കും അവന്റെ നോട്ടം കണ്ട എന്നെ ഡൗട്ട് ഉള്ളത് പോലല്ല, എന്നെ മനസ്സിലായ പോലെയായിരുന്നു. ഓ, നീ ഇങ്ങനെ നോക്കല്ലേ. എങ്ങനെ? ഓ, അറിയേയില്ല. പച്ച കുളന്തൈ. ഐ എം വെയിറ്റിംഗ് ഫോർ അവർ കുളന്തൈ. അയ്യോ, നീ എന്താ പുറത്തിറങ്ങി നിക്കുന്നേ? അത് നിനക്ക് പോവല്ലേ? എന്താ? ഒരു കാര്യം പറഞ്ഞ ബഹളം ഉണ്ടാക്കരുത്. എന്താ? അലൻ റൂമിലുണ്ട്. അവനപ്പോ വന്നു. കുറച്ചു നേരമായി. നിനക്ക് പോണ്ട. എന്താ? എനിക്കൊരു സത്യം കൂടെ പറയാനുണ്ട്. എന്താ? നമ്മള് കാത്തിരിക്കുന്ന ആർത്തർ അലനാണ്. പ്ലീസ്, അവര് ജീവിച്ചോട്ടെ. അതെനിക്കറിയാം. നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട. നീ പച്ചവെള്ളം മാത്രമേ കൂച്ചുള്ളൂ അല്ലേ? സോറി ഗായ്സ്. നദാനിയൽ ഒന്ന് വാ. ആർത്തർ പുറത്തിറങ്ങണ്ട. ഇപ്പൊ വരാം. നീ അകത്ത് നിൽക്ക്. വെറുതെ ഡൗട്ട് ഉണ്ടാക്കണ്ട. ഹായ് കേസി. ഹായ്. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ? കുടിക്കാൻ എന്തെങ്കിലും? കേസി, നിനക്കെന്താ പറ്റിയേ? ഓ, അങ്ങനെ. എന്നാ പോയി ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുപോവാ. ഓക്കെ. ഞാൻ വെറുതെ പറഞ്ഞതാ. ആർത്തറിന്റെ പ്ലാൻ എന്താ? ബ്ലഡ് ബോൺ വരെ സേഫ് ആയിരിക്കണം. അവൻ ഇവിടെ തന്നെ നിൽക്കാനാണോ? ഒന്നും പറഞ്ഞില്ല. എന്നാ ഈ ടാബ്ലറ്റ് കയ്യിൽ വെച്ചേക്ക്. വേറെ ആരെങ്കിലും നോട്ടീസ് ചെയ്താ എല്ലാം തകിടം പറയും. ഗോട്ട് ഇറ്റ്. എടാ, ആർത്തറിന് എന്നോട് ദേഷ്യം ഉണ്ടാവോ? നീ വാ. എവിടെ പോയി? ആർത്തർ, ആർത്തർ. രണ്ടും കൂടെ എനിക്കിട്ടുണ്ടാക്കാന്ന് കരുതിയോ? നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. ആദ്യം അച്ഛൻ പോയി, പിന്നെ അമ്മ പോയി, സ്വന്തം പാക്ക് പോയി, ഇപ്പൊ നിന്റെ ഫേവറേറ്റ് മീറ്റിനെയും നഷ്ടപ്പെട്ടു. ഈ ലോകം എനിക്ക് വേണം ആർത്തർ. ഞാൻ അതിനു വേണ്ടി എന്തും ചെയ്യും. അത് നിനക്കും അറിയാം. നീ ഓർക്കുന്നുണ്ടോ ആ ദിവസം? അച്ഛനെ ആരാ കൊന്നത്? കാടിനെയും നാടിനെയും ഒരുപോലെ ഭരിക്കാൻ നമുക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു ദുരാഗ്രഹി. അയാൾ നമ്മളെ കൊല്ലുവോ? കൊല്ലും. അവർ നമ്മളെ ചേരി തിരിച്ച് ശത്രുക്കളാക്കുകയാണ്. ഒമേഗാസിനെ ആൽഫാസ് അടിമകളാക്കി വെച്ചിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഒമേഗാസ് ആയാലും ആൽഫാസ് ആയാലും നമ്മളെല്ലാവരും ഒന്നല്ലേ? എല്ലാവരും നിന്നെ പോലെ ചിന്തിക്കില്ല ആർത്തർ.
ഒരു കാരണവശാലും നീ അവരുടെ കയ്യിൽ അകപ്പെടരുത്. എന്തിനാ എല്ലാവരും എന്നെ വിശേഷതയോടെ കാണുന്നത്? കാരണം നീ ചിരഞ്ജീവിയാണ്. ആൻ എറ്റേണൽ വോൾഫ്. നിനക്ക് മരണമില്ല. അപ്പോ ആർത്തർ, നിന്റെ അച്ഛന്റെ ആഗ്രഹം നീ നിറവേറ്റണം. നീ ആൽഫാസിനെയും ഒമേഗാസിനെയും ഒരുപോലെ സംരക്ഷിക്കണം. അവരെന്നെ ശത്രുപക്ഷത്തെ കാണും. പക്ഷെ നീ എല്ലാവരുടെയും മുറ്റ ചങ്ങാതിയായിരിക്കണം. കാരണം നീ അവരുടെ രാജാവാണ്. എന്നെ ആര് സഹായിക്കും? നിന്നെ കാത്തൊരു മഹാഭാഗ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നിന്റെ ഫേറ്റഡ് മേറ്റ്. അതാരാണമ്മേ? ഒരിക്കൽ നീ അറിയും. അതുവരെ ആർക്കും അടിമപ്പെടരുത്. ആർത്തർ, എന്നെ മനസ്സിലായോ? ഞാൻ നിന്റെ അച്ഛന്റെ സുഹൃത്തായിരുന്നു, അസ്ലൻ. അമ്മ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയും പോയല്ലേ? പക്ഷെ നീ തളർന്നു പോകരുത്. എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല. നീ കഴിവില്ലാത്തവനല്ല. നിനക്ക് മുന്നോട്ട് പോകണം. ആർക്ക് വേണ്ടി? എനിക്ക് എല്ലാവരെയും നഷ്ടായി. നിനക്ക് വേണ്ടി ഒരാൾ കാത്തിരിപ്പുണ്ട്, നിന്റെ ഫേറ്റഡ് മേറ്റ്. അതാരാണെന്ന് നിങ്ങൾക്കറിയോ? അറിയാം, അതെന്റെ മകനാണ്. നിങ്ങളുടെയോ? എന്റെ മേറ്റോ? എന്റെ മകൻ ഒരു ലൈക്കോണിസ് ആണ്. അപ്പോൾ അവന്റെ അമ്മ? ഒരു ഒമേഗയായിരുന്നു. നിന്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ അവൾ പ്രിയപ്പെട്ടവളായിരുന്നു. മരിച്ചുപോയി. ഓ, നീ എന്റെ മകനെ കണ്ടെത്തണം. സിൻഡറിയറിലെ ബ്ലഡ് മൂണിൽ നിങ്ങൾ ഒന്നു ചേർന്നാൽ പിന്നെ നിങ്ങളാണ് സർവാധിപതികൾ. അവൻ നിങ്ങളുടെ കൂടെ ഇല്ലേ? അവന് 2 വയസ്സുള്ളപ്പോ അവനെ അവര് കൊണ്ടുപോയി. ആര്? നിന്റെ അച്ഛനെ കൊന്നവർ. ആൽഫാസിന്റെയും ഒമേഗാസിന്റെയും ഇടയിൽ ശത്രുതയുണ്ടാക്കിയവർ. ദുർമന്ത്രവാദത്താൽ എന്നെ ബന്ദിയാക്കി എന്റെ മകനെ അവർ തട്ടിക്കൊണ്ടുപോയി. എന്തിന്? അവന്റെയും നിന്റെയും ജന്മം അസാധാരണവും പരസ്പര ബന്ധിതവുമാണ്. നീ മരണമില്ലാത്തവനും അവൻ ഗർഭധാരണം സാധ്യമുള്ള അതിശക്തനായ ഒരു ഒമേഗയുമാണ്. അവൻ ആരാ കൊണ്ടുപോയത്? എനിക്ക് അയാളെ കാണണം. എന്റെ കുടുംബം ഇല്ലാതാക്കിയത് അവരാണ്. അവർ ഇനിയും നിന്റെ പുറകെ വരും. നിന്റെ പാക്കിനെ ഇല്ലാതാക്കി നിന്നെ കൂടുതൽ തളർത്തും. അതുവഴി നിനക്ക് എന്റെ മകനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് അവനെ ഉപയോഗിച്ച് ഈ ലോകം മുഴുവൻ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാം. എന്നാൽ അത് നമുക്ക് തടഞ്ഞൂടെ? അവരുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചൂടെ? അവിടെയാണ് പ്രശ്നം. എന്നെ ബന്ദിയാക്കിയ സമയത്ത് എന്നെ വിബന്ധിയാക്കാൻ ഞാൻ അവരോട് യാചിച്ചു. ആ സമയം അയാൾ ഒരു ഉടമ്പടി വെച്ചു. അതായത് നീ സ്വന്തം പ്രയത്നത്താൽ അല്ലാതെ എന്റെ സഹായത്തോടെ എന്റെ മകനെ കണ്ടെത്തരുത്. നീ സിൻഡറിയറിലെ ബ്ലഡ് മൂണിന് മുമ്പായി അവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ എല്ലാം അവർക്ക് സ്വന്തം. ആ വാക്കിന്റെ പുറത്ത് ഇത്ര വലിയ പരീക്ഷണോ? അവൻ ഈ വാക്ക് പാലിക്കുന്ന ഉറപ്പുണ്ടോ? അവർ മനുഷ്യരാണ്. അവർ പലതും ചെയ്യും. നമ്മളങ്ങനെയല്ല. അപ്പൊ ഞാൻ അവനെ എവിടെ ചെന്ന് അന്വേഷിക്കാനാണ്? നിനക്കുള്ള ഏക മാർഗം നിങ്ങളുടെ പ്രണയമാണ്. അത് അവനെ കണ്ടെത്താൻ നിന്നെ സഹായിക്കും. അതിനു മുമ്പായി ഒരു വലിയ യുദ്ധത്തിന് തയ്യാറായിക്കോളൂ. നിന്റെ പാക്കിന് നിനക്ക് നഷ്ടപ്പെടും. എന്ത് സംഭവിച്ചാലും തളരാതെ മുന്നോട്ട്. ദുരാഗ്രഹികളായ മനുഷ്യരെ ഈ ലോകം ഏൽപ്പിക്കരുത്. നീ ഇവിടെ കിടക്കും കാലാകാലം. അല്ലെങ്കിൽ നിന്റെ ആ സിദ്ധി എനിക്ക് തന്നേക്ക്. എന്നിട്ട് നിനക്ക് സ്വസ്ഥമായി മരിക്കാലോ. നഥാനിയൽ, ബി സ്ട്രോങ്. അയാളെ ഞാൻ കൊല്ലൂ. അത് തന്നെയാ വേണ്ടത്. ആദ്യം നമുക്ക് ആർത്തറെ കണ്ടെത്തണം. നമ്മളെ കൊണ്ട് പറ്റും. ഐ നീഡ് ആക്ഷൻ ആൻഡ് ആഡം. വാട്ട് അബൌട്ട് ദി സെക്യൂരിറ്റി? അത് ഞാൻ നോക്കിക്കോളാം. നമ്മൾ എങ്ങോട്ടാ പോവാ ആദ്യം? ഐ നോ ദ പ്ലേസ്. ആൻഡ് വൺ മോർ തിങ്, ആർത്തറിനെ ചേർത്ത് നിൽക്കാൻ ബെഞ്ചമിൻ എക്സ്പെർട്ട് ഒമേഗാസിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഷിറ്റ്, വാ, വരുന്നിടത്ത് വെച്ച് കാണാം. Searching for greatness in a sea of the dying and shameless, a sea of the aimless. I don't wanna be one of the nameless. അയ്യോ, ഇനി എന്ത് ചെയ്യും? നീയും കൂടെ വാ. ഞാൻ എന്ത് ചെയ്യാനാ? ഏത് അവസരത്തിൽ ആരെ ഉപകാരപ്പെടാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വാ. ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നേ. ഐ എം നോട്ട് എ വെയർവുൾഫ് എനിമോർ.
ഹേയ്, അതൊരു തടസ്സാവില്ല. വി വിൽ മേക്ക് ഇറ്റ്. Just want a life that is worth every day exploring. My whole life I just wanted someone who would. അതേ, ഒന്നും പേടിക്കണ്ട. കിണറ്റ് നമ്മുടെ കൂടെയാ. ആ, എനിക്കറിയാം. എന്താ? കിണറ്റ് നമ്മുടെ കൂടെയാ, ബെഞ്ചമിൻ സാറിന്റെ കൂടെ അല്ല. ആ, അറിഞ്ഞു. അത് ശരി. ഞാൻ പറഞ്ഞില്ലേ, എക്സ്പെർട്ട് ഒമേഗാസുമായി ബെഞ്ചമിന് കരാറുണ്ടായിരുന്നു. ഐ വിൽ ഷോ ഹിം ദ റിയൽ പവർ ഓഫ് ആൻ ഒമേഗ. ഫിഫി, നമുക്ക് പുറകിലൂടെ പോയി നോക്കാം. ഓക്കെ. അയ്യോ, ഇവന്മാരുടെ കൂടെയാണോ ഞാൻ ഇപ്രകാരം ജീവിച്ചേ? എന്നാലും എന്റെ കേസിൽ നിന്റെ ആളെ മയക്കുന്ന ചിരിക്ക് പിന്നിട്ടില്ലായിരുന്നല്ലേ? എന്നെ ഇവന്മാരുടെ അടുത്തത് കാത്തോളേ, എന്റെ ബോബോ പരമ്പര ദൈവമേ. Searching for greatness in a sea of the dying and shameless. A sea of the aimless. I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it. And I don't think I'll be fine if I don't break my limitations. Don't try to stop me, I exist to write my own story. I'll make a decision if I want some peace or if I want the glory. Yeah, don't want a life that is complacent or possibly boring. I just want a life that is worth every day exploring. My whole life I just wanted someone who would notice me. My whole life I just wanted to be somebody to be. Yeah, I just wanna be great. Yeah, I just wanna be great. Yeah, I just wanna be great. എന്തായി? ഓപ്പൺ ആവുന്നില്ല. This is a statement to appreciate all that is vacant. It's just for the taking. If you make up your mind, you can take it.